ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT സീരീസിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഹരി, ഇന്ത്യൻ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ SCRT NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉത്തര പർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉത്തര മഹാസമുദ്രം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഗംഗാ സമതലം വരെയാണ് പറഞ്ഞ് നിർത്തിയത്. അതായത് നമ്മൾ ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്ക് വശത്തായിട്ടാണ് നമ്മുടെ ഉത്തര മഹാസമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ, സമതലം എങ്ങനെ ഉണ്ടായി, സമതലത്തിൻ്റെ ആ ഒരു ഭൂരൂപീകരണ പ്രക്രിയ എങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് നടന്നത് എന്നും, അത് കൂടാണ്ട് തന്നെ നമ്മൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള വേർതിരിവുകളെ പറ്റിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഉത്തര മഹാസമുദ്രം ഇതിൽ ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂവിഭാഗമാണ്. അതുപോലെ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ അധിവസിക്കുന്ന ജനനിബിഡമായ പ്രദേശമാണ് നമ്മുടെ ഉത്തര മഹാസമുദ്രം. നമ്മുടെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ തുടങ്ങിയ ഹിമാലയൻ നദികൾ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഉത്തര മഹാസമുദ്രം എന്നാണ് പറഞ്ഞത് നമ്മൾ. അപ്പോൾ ആ നദികൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെട്ട അവസാദങ്ങളെ നമ്മൾ എക്കലെന്ന് പറഞ്ഞു. ആ പ്രദേശത്ത് ആ പറഞ്ഞ നിക്ഷേപണ പ്രക്രിയ വഴി ഉണ്ടാകുന്ന മണ്ണിനെ നമ്മൾ എക്കൽ മണ്ണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഫലഭൂയിഷ്ടമാണ് ആ എക്കൽ മണ്ണ് എന്ന് പറഞ്ഞു. നമ്മളെ എക്കൽ മണ്ണ് അതിഫലഭൂയിഷ്ടമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു, എല്ലാ കൊണ്ടും കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രദേശമാണ്, ഒരു ഭൂവിഭാഗമാണ് നമ്മുടെ ഉത്തര മഹാസമുദ്രം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഭൂസവിശേഷതകളുടെ, വ്യത്യസ്തങ്ങളായ ഭൂസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഉത്തര മഹാസമുദ്രത്തെയും റീജിയണലി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനെ പറ്റി അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള വേർതിരിവുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു, വ്യത്യസ്തങ്ങളായ ഭൂസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമുദ്രത്തിനെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. അതിലൊന്ന് നമ്മുടെ രാജസ്ഥാൻ സമതലം, 2 പഞ്ചാബ് ഹരിയാന സമതലം, 3 ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ നമ്മൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഈ പറഞ്ഞ ഗംഗാ സമതലം വരെ, അതായത് രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ഈ 3 പ്രാദേശിക വേർതിരിവുകളാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട്, അതായത് ബ്രഹ്മപുത്ര സമതലമാണ് നമുക്കിനി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഉത്തര മഹാസമുദ്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ പറഞ്ഞ പ്രത്യേകതകൾ, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. SCRT NCERT പാഠപുസ്തകങ്ങളിലെ അല്ലെങ്കിൽ ഭൂവിഭാഗങ്ങളെ പറ്റി പറയുന്ന കംപ്ലീറ്റ് NCERT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പ്രാദേശിക വേർതിരിവുകളൊന്ന് എഴുതിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉത്തര മഹാസമുദ്രം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഈ ഒരു ഭൂവിഭാഗത്തെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമതലത്തെ വീണ്ടും റീജിയണലി ക്ലാസിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. 4ആയിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാണ് രാജസ്ഥാൻ സമതലം. ഒന്ന് രാജസ്ഥാൻ സമതലം എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് പഞ്ചാബ് ഹരിയാന സമതലം. ഓക്കെ, പഞ്ചാബ് ഹരിയാന സമതലമാണ് നമ്മൾ രണ്ടാമത്തത്. അപ്പോൾ നമ്മൾ ഈ രാജസ്ഥാൻ സമതലത്തെയും അവിടുത്തെ ഈ ഭൂസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തിരിച്ചിരുന്നു. ഒന്ന് മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും. എന്താണ് മരുസ്ഥലി? യഥാർത്ഥ മരുഭൂമി മേഖലയെ നമ്മൾ മരുസ്ഥലി എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അർത്ഥ വരണ്ട മരുഭൂമി മേഖലയെ നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ രാജസ്ഥാൻ സമതലം നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലത്തെയാണ് പിന്നീട് പഠിച്ചത്. അപ്പോൾ ആ പഞ്ചാബ് ഹരിയാന സമതലത്തെയും നമ്മൾ വ്യത്യസ്തങ്ങളായ വേറൊരു ഭൂസവിശേഷതകളായിട്ട് തിരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ചായിരുന്നു. അതിനെ നമ്മൾ ദോബുകൾ എന്നാണ് പറഞ്ഞത്.
ദോബുകൾ. രണ്ട് നദികൾ ചേരുമ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന കരഭാഗത്തെയാണ് നമ്മൾ ദോബ് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 5 ദോബുകളായിട്ടാണ് നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലത്തെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, മൂന്നാമത്തത് ഗംഗാ സമതലം. ഈ ഗംഗാ സമതലത്തെയും നമ്മൾ 3ആയിട്ട് തിരിച്ചായിരുന്നു. ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ് ഗംഗാ സമതലം എന്നിങ്ങനെ 3 വേർതിരിവുകളായിട്ട് ഗംഗാ സമതലത്തെയും നമ്മൾ വേർതിരിച്ചായിരുന്നു. അപ്പോൾ ഈ 3 ഉത്തരമഹാസമതലത്തിൻ്റെ ഭാഗങ്ങളെ അല്ലെങ്കിൽ പ്രാദേശിക വേർതിരിവുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ളത് നമുക്ക് ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര സമതലം നമുക്കറിയാം, ഉത്തര മഹാസമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് നമ്മൾ ഉത്തര മഹാസമതലം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ബ്രഹ്മപുത്ര സമതലം എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ബ്രഹ്മപുത്രയുടെയും പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗം, അതിൽ യാതൊരു സംശയമില്ല, ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം എന്ന് നമുക്കറിയാം. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെയും നമ്മുടെ ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, ഏറ്റവും കൂടുതൽ അസം സ്റ്റേറ്റിലാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസം താഴ്വര എന്നും അല്ലെങ്കിൽ അസം സമതലം എന്നും ഒക്കെ ബ്രഹ്മപുത്ര സമതലത്തിനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന സമതല പ്രദേശമാണ് ബ്രഹ്മപുത്ര സമതലം. നമുക്കറിയാം, ഈ പച്ച കളറിൽ ഇത്രയും ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ മാത്രം ഒരു പിക്ചറാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഒരു ലൊക്കേഷൻ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം ഉള്ളത്. അസമിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സമതലത്തിൻ്റെ മറ്റ് ഭൂസവിശേഷതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 720 കിലോമീറ്റർ നീളം, ഏകദേശം 720 കിലോമീറ്ററാണ് നമ്മുടെ ഈ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയിലാണ് ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നത്. 720 കിലോമീറ്റർ നീളത്തിലും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയിലും ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നു. അതുകൂടാണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. അസം സംസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസം താഴ്വര, അസം സമതലം എന്നൊക്കെ ബ്രഹ്മപുത്ര സമതലത്തിനെ വിളിക്കുന്നത് എന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ അതിരുകൾ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. വടക്ക് കിഴക്കൻ ഹിമാലയം, കിഴക്ക് പത്കായ് നാഗ കുന്നുകൾ, തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മിർക്കുന്നുകൾ. ഓക്കെ, അപ്പോൾ വടക്ക് കിഴക്കൻ ഹിമാലയം, കിഴക്ക് പത്കായ് നാഗ കുന്നുകൾ, അതായത് നമ്മുടെ പൂർവാചൽ കുന്നുകളുടെ, നമ്മൾ ഉത്തരപർവ്വത മേഖല പഠിച്ചായിരുന്നു. പൂർവാചൽ കിഴക്കൻ കുന്നുകൾ പഠിച്ചായിരുന്നു. ആ കിഴക്കൻ കുന്നുകളാണ് നമ്മൾ ഈ പറയുന്ന പത്കായും നാഗ കുന്നുകളൊക്കെ ആ കിഴക്കൻ കുന്നുകളുടെ ഭാഗമായിട്ടുള്ളതാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ പൂർവാചൽ മേഖലയുടെ ഭാഗമായിട്ടുള്ള നാഗ കുന്നുകളും പത്കായും കുന്നുകളൊക്കെ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും കാണപ്പെടുന്നു. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ട് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബ്രഹ്മപുത്ര സമതലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മൾ കിഴക്കൻ ഹിമാലയമാണെന്നാണ് പറഞ്ഞത്. കിഴക്ക് ഭാഗത്ത് പത്കായും കുന്നുകൾ, ഇപ്പോൾ പൂർവാചലിൻ്റെ ഭാഗമായിട്ടുള്ള പത്കായും നാഗ കുന്നുകളാണെന്ന് പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാം കീഴ് ഗംഗ, ലോവർ ഗംഗ പ്ലെയിൻ കാണാം.
കീഴ്ഗംഗാ സമതലമാണ് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ, മേഘാലയയിലെ ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്നു. ആ കുന്നുകളാണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. വടക്ക് കിഴക്കൻ ഹിമാലയം, കിഴക്ക് പത്കായ് നാഗ കുന്നുകൾ, തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മിർക്കുന്നുകൾ, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കീഴ്ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കീഴ്ഗംഗാ സമതലവും കാണപ്പെടുന്നു. അപ്പോൾ ഏകദേശം 720 കിലോമീറ്റർ നീളത്തിൽ ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നു. ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയാണ് സമതലത്തിനുള്ളത്. ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാണ്, ഓക്കെ ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് വിസ്തൃതിയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. 56,275 ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഏകദേശ വിസ്തൃതി. ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് സമതലം രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം സമതലം രൂപപ്പെട്ടിരിക്കുന്നത് നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഏത് സമതലം ആണ് എന്നത് ആ നദികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രഹ്മപുത്ര സമതലത്തെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മപുത്രയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ബ്രഹ്മപുത്ര സമതലവും രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, തീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. തീസ്ത, മാനസ്, ലോഹിത്, ദിബാംഗ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. സോ ബ്രഹ്മപുത്രയും ഈ പറഞ്ഞ പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായിട്ടാണ് ഉത്തരേന്ത്യൻ മഹാസമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടുള്ള ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ആ സമതലത്തിൻ്റെ, ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഒരു ഭൂസവിശേഷതയെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, എക്കൽ വിശറികൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. എക്കൽ വിശറി എന്നാണ് ആ ഭൂരൂപത്തിൻ്റെ പേര്. എന്താണ് നമുക്ക് നോക്കാം. നമുക്കിവിടെ പടം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു വിശറിയുടെ ഷെയ്പ്പിൽ കാണപ്പെടുന്ന ഭൂരൂപത്തെയാണ് നമ്മൾ എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും, നമുക്കറിയാം പർവ്വത ചെരുവുകളിലൂടെ ഒഴുകുമ്പോൾ നമ്മളെ ഈ ഒരു സ്ലോപ്പ് ആയതുകൊണ്ട് ഈ പറഞ്ഞ നദികൾ വളരെ സ്പീഡിലായിരിക്കും ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ്, പർവ്വത പ്രദേശം കഴിഞ്ഞ് നമുക്കറിയാം ഒരു സമതലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ലോപ്പ് ആ സമതല പ്രദേശത്തിന് ഉണ്ടാവത്തില്ല. നമ്മൾ പഠിച്ച പോലെ വളരെ നിരപ്പായിട്ടുള്ള താഴ്ന്ന പ്രദേശമാണ് സമതലം എന്ന് നമുക്കറിയാം. അപ്പോൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പർവ്വത ചെരുവുകളിൽ ഒഴുകിയ പോലുള്ളൊരു വേഗത നദിക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ വേഗത ഉണ്ടാവാറില്ല. ഒഴുക്കിൻ്റെ വേഗത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ, അല്ലെങ്കിൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളെ നമ്മൾ എക്കൽ എന്നാണ്, ചെളി, മണ്ണ്, കല്ല് തുടങ്ങിയ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങളെ നമ്മൾ എക്കൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സോ അങ്ങനെ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കല് ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവയാണ് എക്കൽ വിശറികൾ. വേറൊന്നുമല്ല, നമ്മുടെ നദി ഇങ്ങനെ പർവ്വതത്തിൻ്റെ ഇടയിലൂടെ ഒഴുകി വരികയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയുകയും ഒരു ഒരു വിശറിയുടെ രൂപത്തിലേക്ക് ഈ പറയുന്ന അവസാദങ്ങളെല്ലാം നിക്ഷേപിക്കപ്പെട്ട്, അപ്പോൾ അങ്ങനെ ആ ഒരു വിശറിയുടെ രൂപത്തിൽ ഒരു ലാൻഡ് ഫോം അല്ലെങ്കിൽ ഒരു ഭൂരൂപം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് എക്കൽ വിശറികളെ പറ്റി നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്കിവിടെ എക്കൽ വിശറികളെ പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ളത്. എക്കൽ വിശറികളെപ്പോലെ തന്നെ മറ്റൊരു ഭൂരൂപത്തെ പറ്റിയാണ് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, ഓക്സ്ബോ തടാകങ്ങളെന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദി ചാലുകളായിട്ട് പിരിയുന്നു. അപ്പോൾ നമ്മൾ അറിയാം, മലയിൽ നിന്ന് പർവ്വതങ്ങളിൽ നിന്ന് നദി സ്പീഡിന് ഒഴുകി വന്നു, സമതലങ്ങളിലേക്ക് എത്തി, വേഗത കുറഞ്ഞു. അങ്ങനെ വേഗത കുറയുന്ന നദി പല ചാലുകളായിട്ട് പിരിഞ്ഞൊഴുകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒഴുക്ക് തീരെ കുറയുമ്പോൾ നമുക്കറിയാം സമതലത്തിലെത്തുമ്പോൾ ഒഴുക്കിൻ്റെ വേഗത കുറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന
ഈ പറഞ്ഞ സമതലത്തിൽ നദിയുടെ വേഗത കുറയുകയും നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. അതിന് നമുക്ക് മിയാൻഡറിങ് എന്നൊക്കെ പറയും. നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന തടാകങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. സമതലങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഈ സമതലത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലം പറയുമ്പോൾ അതിൻ്റെ സവിശേഷതയായിട്ട് പറഞ്ഞ ഒരു 2 ഓക്സ്ബോ തടാകങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ മിയാൻഡർ എന്താണ്, അല്ലെങ്കിൽ മിയാൻഡറുകൾ എന്താണ്, ഓക്സ്ബോ തടാകങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു ബോക്സാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും നമുക്ക് നോക്കാം. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി വലയങ്ങൾ, മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപർദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നദി താരതമ്യേന ചരിവ് കുറഞ്ഞ ആ ഒരു പ്രദേശത്തൂടെ ഒഴുകുമ്പോൾ ഈ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അവസാദങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച് ആ നദിയുടെ ഒഴുക്കിനെ ഈ പറഞ്ഞ അവസാദങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് നദിയുടെ ഒഴുക്ക് കുറയുകയും നദി വളഞ്ഞു പുളഞ്ഞ് മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞ് വലയങ്ങളായിട്ട് ഒഴുകുന്നു. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വളഞ്ഞു പുളഞ്ഞിങ്ങനെ നദി ഒഴുകുമ്പോൾ വേറൊരു ഭൂരൂപം അവിടെ സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് എന്നാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നദി വളഞ്ഞ് പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ വലയങ്ങളെ നമ്മൾ മിയാൻഡറുകൾ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നദി വീണ്ടും ആ ഒരു വേഗതയിലായിരിക്കില്ല. ചിലപ്പോൾ നദി വീണ്ടും ഒഴുക്കിൻ്റെ ആ ഒരു ഗതി വീണ്ടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നദി വീണ്ടും പഴയ പോലെ ഒഴുകി തുടങ്ങുമ്പോൾ, ആ തടസ്സങ്ങൾ മാറി ഒഴുകി തുടങ്ങുമ്പോൾ നദി പഴയ പോലെ ആ ഒരു നീരൊഴുക്ക് തുടർന്ന് ആ വഴി കൂടെ തന്നെ വീണ്ടും ഒഴുകാൻ വേണ്ടി തുടങ്ങുകയും ഇവിടെ ഒരു ഭൂരൂപം ഉണ്ടാവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഭൂരൂപങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നദി ഇങ്ങനെ ഒഴുകി വരുന്നു, വേഗത കുറയുന്നു, അവസാദ നിക്ഷേപങ്ങളുടെ തടസ്സം മൂലം നദി ഇങ്ങനെ വലയങ്ങളായിട്ട് ഒഴുകാൻ വേണ്ടി തുടങ്ങും. ആ വലയങ്ങളെ നമ്മൾ മിയാൻഡറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നദി വീണ്ടും പഴയ പോലെ ഒഴുകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ മിയാൻഡറുകൾ കാരണം, അതായത് വലയങ്ങൾ കാരണം പുതിയൊരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും നദി പഴയ ഗതിയിലൂടെ ഒഴുകാൻ വേണ്ടി തുടങ്ങുമ്പോൾ നദി പഴയ ആ ഒരു വഴി കൂടെ തന്നെ വീണ്ടും ഒഴുകി പോവുകയും ആ മിയാൻഡറുകൾ വഴി സൃഷ്ടിക്കപ്പെട്ട ആ ഭൂരൂപം അവിടെ അവശേഷിക്കപ്പെടുകയും ചെയ്യുന്നു. ആ വളഞ്ഞു പുളഞ്ഞ് ഒഴുകി ഉണ്ടാക്കിയിട്ടുള്ള ഭൂരൂപം അതേപോലെ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നു. ആ ഭൂരൂപങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നദി സമതലങ്ങളിലേക്ക് വരുമ്പോൾ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്നതിനെയാണ് നമ്മൾ വലയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ആ വലയങ്ങളെ നമ്മൾ മിയാൻഡർ എന്നാണ് പറഞ്ഞത്. ആ നദി മിയാൻഡറിങ്ങിൻ്റെ ഒരു ഫോട്ടോയാണ്, അല്ലെങ്കിൽ ഒരു പടമാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ആ മിയാൻഡറിങ് വഴി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നദി നേർഗതി സ്വീകരിച്ച് പഴയ പോലെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പഴയ പോലെ ഒഴുകുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ആ ഒരു ഭൂരൂപങ്ങളെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ആ ഓക്സ്ബോ തടാകങ്ങളാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഉത്തര മഹാസമതലത്തെ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മഹാസമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് വീണ്ടും തരംതിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭൂസവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വടക്ക് നിന്നും തെക്കോട്ടാണ് നമ്മൾ ഇനി വേർതിരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തിരിക്കാം. അപ്പോൾ വടക്ക് നിന്നും നമുക്കറിയാം ഉത്തരപർവ്വത മേഖല കഴിഞ്ഞിട്ട് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ആ ഉത്തര മഹാസമതലത്തെ അതിൻ്റെ ആ തുടർച്ചയായിട്ട് വടക്ക് നിന്നും തെക്കോട്ടേക്കാണ് നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. നിങ്ങൾ കേൾക്കുക, ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെയാണ് ആ വടക്ക് നിന്ന് തെക്കോട്ടുള്ള 3 പ്രധാനപ്പെട്ട ഡിവിഷൻസ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല, അല്ലെങ്കിൽ ഹിമാലയം. അപ്പോൾ നമ്മൾ ഹിമാലയം ഇവിടുന്ന് പഠിച്ചു താഴോട്ടേക്ക് ഉത്തരമഹാസമതലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒഴുകി വരുന്ന ഉത്തരപർവ്വത മേഖല, അല്ലെങ്കിൽ ഹിമാലയൻ പ്രദേശത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികളുടെയും കൂടെ ആ ഒരു നദികളുടെ ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ വേർതിരിവിന് കാര്യമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വടക്ക് നിന്ന് തെക്കോട്ടുള്ള വേർതിരിവുകൾ വേണമെങ്കിൽ നമുക്ക് ആ നദികളുടെ ആ ഒരു ഒഴുക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ബാബർ, ടെറായ്,
എക്കൽ സമതലങ്ങൾ. ഈ ഖാദർ ബങ്കർ എന്താണ്, ഖാദർ എന്താണ് എന്ന് നമുക്ക് പറയും, ഇനി വരുന്ന സ്ലൈഡിൽ പറയും. അപ്പോൾ എക്കൽ സമതലങ്ങളാണവ. എക്കൽ സമതലങ്ങൾ ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം നദി ദേ ഇവിടുന്നാണ് ഇങ്ങനെ ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ ഉത്ഭവിച്ച് സമതലത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഈ ഒരു വർഗീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ പറഞ്ഞ പോലെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെയാണ് 3ആയിട്ടാണ് നമ്മുടെ ഉത്തര മഹാസമതലത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ടേക്കുള്ള ആ ഒരു വേർതിരിവുകൾ. അതിൽ ഒന്നാമത്തെ വേർതിരിവായ ബാബറിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഉത്തര പർവ്വത മേഖലയുടെ തൊട്ട് തെക്കായിട്ടുള്ള അടുത്ത ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. അപ്പോൾ സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കു ഭാഗത്ത് കാണപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തര പർവ്വത മേഖലയ്ക്ക് തെക്കാണ്. അപ്പോൾ ഉത്തര പർവ്വത മേഖലയുടെ ഏറ്റവും തെക്ക് ഭാഗം നമ്മൾ സിവാലിക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സിവാലിക്സിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒരു ബാബർ. ഒരു 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് നമ്മുടെ ബാബർ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നദികൾ സിവാലിക്സ് അല്ലെങ്കിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സിവാലിക് മലനിരകളും കഴിഞ്ഞ് ആദ്യം പ്രവേശിക്കുന്നത് ഈ ബാബർ റീജിയനിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ബാബർ മേഖല. ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഈ ഒരു ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാബർ മേഖലയാണ് നമ്മൾ ഈ കാണുന്നത്. 8 മുതൽ 10 കിലോമീറ്റർ വരെ സിവാലിക് മലനിരകളുടെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് ബാബർ മേഖല എന്ന് മനസ്സിലാക്കുക. ഉത്തരപർവ്വത മേഖല പിന്നിട്ട് നദികൾ എക്കൽ സമതലത്തിലേക്ക് അല്ലെങ്കിൽ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സമതലങ്ങളുടെ ഭാഗമായ ബാബറിലാണ് ആദ്യം നദി പ്രവേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയിന്റ്, പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് നദികൾ ഉത്തരപർവ്വത അല്ലെങ്കിൽ ഹിമാലയ മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ്, ഈ പറയുന്ന കല്ലുകളൊക്കെ നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ബാബർ മേഖല രൂപപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ആവശ്യം പോലെ ഒരുപാട് കല്ലുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ പറഞ്ഞ പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ, അതായത് ഹിമാലയത്തിൽ നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ ഈ നദികൾ ഈ ഭാഗങ്ങൾ ദൃശ്യമാകില്ല. ഈ ബാബർ മേഖലയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് നദികൾ ഈ ഭാഗത്ത് ദൃശ്യമാകുന്നില്ല. അത് വേറൊന്നുമല്ല, പർവ്വത ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കല്ലുകളെല്ലാം, നദികൾ കൊണ്ടുവരുന്ന കല്ലുകളെല്ലാം നിക്ഷേപിക്കപ്പെട്ടാണ് ഈ പറഞ്ഞ ബാബർ മേഖല ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നദി ഈ മേഖലയിലൂടെ ഒഴുകുന്നത് ഒരിക്കലും ഈ കല്ലുകളുടെ പുറത്തുകൂടി ആയിരിക്കില്ല, കല്ലുകളുടെ ഉള്ളിലൂടെ ആയിരിക്കും നദി ഒഴുകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല എന്ന് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ദൃശ്യമാകുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. ഈ ബാബർ മേഖലയുടെ പ്രധാന പ്രത്യേകതയാണ് നദി ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. ഈ പാറകളുടെ അടിയിലൂടെ ആയിരിക്കും ഈ പറഞ്ഞ നദി ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നദി ഒഴുകുന്നത് ഈ പാറകളുടെ അടിയിലൂടെ ആയിരിക്കും. ഈ ബാബർ മേഖലയിൽ നദികൾ ദൃശ്യമാകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ബാബർ മേഖലയെ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ഈ ഭാഗത്ത് നദികൾ അപ്രത്യക്ഷമാണ്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമുദ്രത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ടേക്കുള്ള വർഗീകരണമാണ് പറയുന്നത്. ബാബർ മേഖലയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സിവാലിക് മലനിരകളുടെ തെക്കായിട്ട് 8 മുതൽ 10 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉരുളൻ കല്ലുകൾ, നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകൾ കൊണ്ട് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ മേഖല ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കല്ലുകളുടെ അടിയിലൂടെ ആയിരിക്കും നദി ഇവിടെ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നദി കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാബർ കഴിഞ്ഞു, ഇനി വീണ്ടും നമ്മൾ ടെറായിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ ടെറായിലേക്കാണ് നമ്മൾ വീണ്ടും കടക്കാൻ വേണ്ടി പോകുന്നത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ബാബർ മേഖലയ്ക്ക് തൊട്ട് താഴെ അതിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്നു. 8 മുതൽ 10 കിലോമീറ്റർ ആയിരുന്നു ബാബറിൻ്റെ ആ ഒരു വിസ്തൃതി. ഇത് ടെറായ് 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്നു. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. അതായത് നമ്മുടെ ഈ നദികൾ ബാബർ മേഖലയിൽ കാണുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ടെറായ് മേഖലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ നദികളെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ നദികൾ വീണ്ടും പുനർജനിക്കുന്നത് ടെറായ് മേഖലയിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറയുന്നുണ്ട്.
അപ്പോൾ ബാബറിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ടെറായിൽ പുനർജനിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ടെറായ് മേഖല ചതുപ്പു നിലങ്ങളാണ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയുള്ളത്. അല്ലെങ്കിൽ ചതുപ്പു നിലങ്ങളാൽ നിറഞ്ഞതാണ് ടെറായ് മേഖല. ഒരുപാട് പുൽമേടുകളൊക്കെ ഇവിടെ കാണും. നമ്മൾ ടെറായ് പുൽമേടുകൾ എന്നാണ് നമ്മൾ ഇതിനെ ലോക്കലിയൊക്കെ, അല്ലെങ്കിൽ ടെറായ് പുൽമേടുകൾ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ബാബറിലൂടെ എത്തുമ്പോൾ നദിയെ നമുക്ക് അപ്രത്യക്ഷമാവുകയും ടെറായിലെത്തുമ്പോൾ ഈ നദി പുനർജനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചതുപ്പ് നിലങ്ങളാണ് ടെറായ് മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ടെറായ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നാഷണൽ പാർക്കാണ് ദുധുവ നാഷണൽ പാർക്ക്. ഉത്തർപ്രദേശിലെ ദുധുവ നാഷണൽ പാർക്ക് ഈ പറയുന്ന ടെറായ് ചതുപ്പ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് എന്നും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബാബർ കണ്ടു, ബാബറിലൂടെ വന്നു, അത് കഴിഞ്ഞിട്ട് ടെറായിലൂടെ നമ്മൾ വന്നു. നമുക്കറിയാം ഇനി അവസാനം നമ്മൾ ഈ പറഞ്ഞ നദികളിങ്ങനെ പാറകളെല്ലാം കൊണ്ട് നിക്ഷേപിച്ച് ബാബർ മേഖല ഉണ്ടാക്കി. അവിടെ നമുക്ക് നദികളെ അപ്രത്യക്ഷമായിരുന്നു. ഈ നദികൾ വീണ്ടും പാറകളുടെ അടിയിലൂടെ ഒഴുകി ടെറായ് മേഖലയിലെത്തി. അവിടെ ഫുള്ള് ചതുപ്പ് നിലങ്ങൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ഈ നദി വീണ്ടും ഒഴുകി എക്കൽ സമതലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എക്കൽ സമതലങ്ങൾ ടെറായ് മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് ഇവ. നമുക്കറിയാം വർഷങ്ങളുടെ ആ ഒരു നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് സമതലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ആ പോയിന്റാണ് ഇവിടെ പറയുന്നത്. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് ഇവ. അപ്പോൾ പുതിയതും പഴയതും നമുക്കറിയാം വളരെ വർഷത്തെ ആ ഒരു നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ പുതിയ എക്കൽ മണ്ണുകൾ, അതായത് ഈ റീസെൻ്റ് ആയിട്ട് നിക്ഷേപിക്കപ്പെട്ടതിനെയാണ് നമ്മൾ പുതിയ എക്കൽ മണ്ണെന്ന് പറയുന്നത്. വർഷങ്ങളായിട്ട് ഓൾറെഡി തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് ഫലഭൂഷ്ടി കുറഞ്ഞ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ എക്കൽ മണ്ണിനെയാണ് നമ്മൾ പഴയ എക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭങ്കർ എന്നാണ് പറഞ്ഞത്. പഴയത് ഭങ്കർ, പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭങ്കർ. പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് എക്കൽ സമതലങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞ പോലെയുള്ള പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഭങ്കർ എന്നാണ് പറഞ്ഞത്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്നും പറയുന്നു. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പഴയ എക്കൽ നിക്ഷേപങ്ങൾ ഭങ്കറും പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നുമാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ടേം പഠിക്കുകയാണ്. ഖാങ്കർ എന്നാണ് നമ്മൾ അടുത്തൊരു ടേം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന. ഖാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമാണ് ഭങ്കർ മേഖല. അതായത് നമ്മൾ പറഞ്ഞു പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ സമതലങ്ങൾ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ എക്കൽ സമതലങ്ങൾ. പറഞ്ഞ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നുമാണ് പറഞ്ഞത്. ഈ ഭങ്കർ മേഖല ഖാദർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഖാദർ എന്ന് പറയുന്ന ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമാണ് നമ്മുടെ പഴയ എക്കൽ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഭങ്കർ മേഖല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, റിവറൈൻ ഐലൻഡ്സ്, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. ഏതൊക്കെയാണവ? നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവയാണ് ഈ പറഞ്ഞ എക്കൽ സമതല പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. ഒന്നുകൂടെ പറയാം. ഖാങ്കർ എന്നറിയപ്പെടുന്ന ചുണ്ണാമ്പ് കല്ലുകളാൽ സമൃദ്ധമാണ് പഴയ എക്കൽ നിക്ഷേപങ്ങളായ ഭങ്കർ മേഖല. ഓക്കെ, നിക്ഷേപണ ഭൂരൂപങ്ങളായി, ഇതെല്ലാം നിക്ഷേപണത്തിൻ്റെ, നദികളുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്നു. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, അതായത് ബ്രേഡഡ് സ്ട്രീംസ്, വലയങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലയങ്ങളെ നമ്മൾ മിയാൻഡേഴ്സ് എന്നാണ് പറയുന്നത്. മിയാൻഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. അപ്പോൾ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ, ഓക്സ്ബോ തടാകങ്ങൾ, മിയാൻഡറുകൾ എന്നിവയെല്ലാം ഈ എക്കൽ സമതലത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന നിക്ഷേപണ, അത് എടുത്തു പറയണം, പ്രധാനപ്പെട്ട നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഉത്തരമഹാസമതലത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ടേക്കുള്ള ആ ഒരു ഡിവിഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ്. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നമുക്കറിയാം ഇത് ഹിമാലയം,
ഉത്തരപർവ്വത മേഖലയുടെ തൊട്ട് തെക്കായിട്ട് ആദ്യം സമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാബർ കാണപ്പെടുന്നു. ഇവിടെ നദികൾ കാണപ്പെടുന്നില്ല, നദികൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഒഴുകുന്നത്. ബാബർ കഴിഞ്ഞിട്ട് തൊട്ട് തെക്കായി ടെറായ് മേഖല കാണപ്പെടുന്നു. ടെറായ് മേഖലയിൽ ഈ പറഞ്ഞ ബാബർ മേഖലയിൽ അപ്രത്യക്ഷമായിട്ടുള്ള നദികളെല്ലാം ടെറായ് മേഖലയിൽ പുനർജനിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ടെറായിലൂടെയും നദി ഒഴുകി ഇവിടെ എക്കൽ സമതലങ്ങളിലാണ് വന്ന് ചേരുന്നത്. ഈ എക്കൽ സമതലങ്ങളെ വീണ്ടും നമ്മൾ ഭംഗർ എന്നും ഖാദർ എന്നും പറഞ്ഞു. ഇത് പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ സമൃദ്ധമാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. നെക്സ്റ്റ് ഡെൽറ്റകൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, എക്കൽ സമതലങ്ങളിൽ ആ പറഞ്ഞ പ്രദേശങ്ങൾ, സമതല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് ഡെൽറ്റകൾ. അപ്പോൾ ആ ഡെൽറ്റകളെ കുറിച്ചുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുള്ളത്. എന്താണ് നമുക്ക് നോക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോടടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകുന്നു. നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വേഗത കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ ഡെൽറ്റയുടെ ആകൃതി ത്രികോണാകൃതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വേഗത കുറഞ്ഞുള്ള അല്ലെങ്കിൽ വേഗത കുറഞ്ഞൊഴുകുന്ന നദികൾ ചാലുകളായിട്ട് പിരിയുകയും ആ നദികളുടെ ആ ഒഴുക്കിൻ്റെ ആ ഒരു ഫലമായിട്ട് ത്രികോണാകൃതിയിൽ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ആണ് നമ്മൾ ഡെൽറ്റകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഡെൽറ്റകൾ എന്ന് പേരിട്ടത്. വേറെ നല്ലൊരു ത്രികോണാകൃതിയിൽ നദികൾ നദീമുഖങ്ങളോട് അടുത്തെത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണ്. അതായത് നദിയുടെ വേഗത കുറഞ്ഞ് പല ചാലുകളായിട്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു നിക്ഷേപണ ഭൂരൂപമാണ് നമ്മൾ ഡെൽറ്റകൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഡെൽറ്റ പ്രദേശത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ഏകദേശം ഒരു ത്രികോണാകൃതിയിൽ ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപമാണ് ഡെൽറ്റ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഭൂസവിശേഷതകൾ ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ കാലാവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ കാലാവസ്ഥ. അപ്പോൾ ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ കാലാവസ്ഥയെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ശൈത്യകാലമാണ് നമ്മൾ നോക്കുന്നത്. ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. നവംബർ മധ്യത്തോടെയാണ് നമുക്കറിയാം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു സമയത്തായിരിക്കും പ്രധാനമായിട്ടും ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ഈ പറയുന്ന ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. അപ്പോൾ നവംബർ മധ്യത്തോടെ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ശൈത്യകാലം എത്തുകയും ഡിസംബർ ജനുവരി മാസത്താണ് അല്ലെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഈ പറഞ്ഞ ശൈത്യകാലം ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. അതായത് ഡിസംബർ ജനുവരി കാലയളവിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നവംബർ മധ്യത്തോടെ എത്തുന്ന അല്ലെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന ഈ പറഞ്ഞ അതിശൈത്യത്തിൻ്റെ കാരണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. സമുദ്രത്തിൻ്റെ സാമീപ്യമാണ് ഇവിടെ ആദ്യം പറയുന്നത്. വേറൊന്നുമല്ല, സമുദ്രങ്ങളിൽ നിന്നും നല്ല അകലങ്ങളിലാണ് ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു അതിശൈത്യം രൂപപ്പെടാനുള്ള ഒരു കാരണമായിട്ട് നമുക്കതിനെ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഹിമാലയൻ പർവ്വതങ്ങളിലെ മഞ്ഞ് വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. സമുദ്ര സാമീപ്യം പോലെ തന്നെ ഹിമാലയ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. അപ്പോൾ ഈ ശീതക്കാറ്റും ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ അതിശൈത്യത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്കും കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവും, അതായത് നമുക്കറിയാം ഡിസംബർ ആ ഒരു ജനുവരി മാസങ്ങളിൽ സൂര്യൻ്റെ ആ ഒരു സ്ഥാനം നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തിലേക്കായിരിക്കും. അപ്പോൾ
ആ പറഞ്ഞ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ആ ഒരു ശൈത്യത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശൈത്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കാറുണ്ട്. അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കുന്നു. ഈ മഴയും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അക്കാലങ്ങളിൽ അനുഭവപ്പെടുന്ന അതിശൈത്യത്തിന് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ ശൈത്യകാലം നമ്മൾ നോക്കി നവംബറിൻ്റെ മധ്യത്തോടെയാണ്, അല്ലെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഈ പറഞ്ഞ ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ ലൊക്കേഷൻ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ സമുദ്രങ്ങളിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്നതും, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതങ്ങളിൽ മഞ്ഞുവീഴ്ചയെ തുടർന്നുണ്ടാകുന്ന ശീതക്കാറ്റും, ആ ഭാഗങ്ങളിൽ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഉണ്ടാകുന്ന നേരിയ മഴയുമൊക്കെ ഈ പറഞ്ഞ അതുകൂടാണ്ട് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം തുടങ്ങിയ ഘടകങ്ങൾ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ശീതകാലത്തിന് അല്ലെങ്കിൽ അതിശൈത്യത്തിന് കാരണമാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശൈത്യകാലം എന്താണെന്ന് നോക്കി നേരെ ഉഷ്ണകാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. നമ്മൾ പറഞ്ഞു ഡിസംബർ, ജനുവരി ആ ഒരു മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ. അത് കഴിഞ്ഞ് മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. മെയ് മാസത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ചൂട് ഉണ്ടാവുക. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അതായത് രാജസ്ഥാൻ സമതലത്തിൻ്റെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗമാണ് നമ്മുടെ രാജസ്ഥാൻ സമതലം എന്ന് നമ്മൾ പറഞ്ഞു. ആ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മെയ് മാസത്തോടെ 48 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട്. ഇപ്പോൾ ഉഷ്ണകാലവും നമ്മൾ പറഞ്ഞു ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മെയ് മാസങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അതായത് രാജസ്ഥാൻ സമതലത്തിൻ്റെ ആ ഭാഗങ്ങളിൽ താപനില ഉയരാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. നമ്മൾ പറഞ്ഞു ഏപ്രിൽ, മാർച്ച്, മെയ് മാസങ്ങളാണ് ഉഷ്ണകാലം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. നമുക്കറിയാം കാറ്റുകൾ എപ്പോഴും ഉച്ചമർദ്ദത്തിൽ നിന്നും അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അപ്പോൾ മാർച്ച് മാസത്തോടെ അല്ലെങ്കിൽ ഏപ്രിൽ, മാർച്ച്, മെയ് മാസത്തോടെ ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ ചൂട് കൂടിയിട്ട് അവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും. ആ സമയങ്ങളിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ന്യൂനമർദ്ദ മേഖല തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ന്യൂനമർദ്ദ മേഖലയാണ് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. 2 ശാഖകളായാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്. 2 ശാഖകളായിട്ടാണ്, അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയെ പറ്റിയാണ് നമ്മളവിടെ പറയുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് ഈ വഴി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഈ വഴിയും ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമാക്കുന്നൊരു പിക്ചറാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മഞ്ഞ ഷെയ്ഡിൽ കാണപ്പെടുന്ന ഭൂഭാഗമാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം. അപ്പോൾ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ ഉപശാഖകളായി പിരിയുന്നു. അതായത് സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ ആ ഒരു ഭാഗത്തൂടെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ 2 ഉപശാഖകളായിട്ട് ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ പിരിയുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ പറഞ്ഞ സുന്ദരവനം ഡെൽറ്റ ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രദേശത്തൂടെയാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇവിടെ ഉപശാഖകളായിട്ട് ബംഗാൾ ഉൾക്കടൽ ശാഖ പിരിയുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം കിഴക്കോട്ട് സഞ്ചരിച്ച്
കിഴക്കോട്ട് പോയി ബ്രഹ്മപുത്ര സമതലത്തിൽ വൻതോതിൽ മഴ നൽകുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ് ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സുന്ദർബൻ ഡെൽറ്റ വഴി വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ കിഴക്ക് ഭാഗം ബ്രഹ്മപുത്ര സമതലത്തിൽ വൻതോതിൽ മഴ പെയ്യ്ക്കുന്നു. അതുപോലെ തന്നെ ഉപശാഖകളിൽ ഒന്നായ പടിഞ്ഞാറേക്ക് പോകുന്ന കാറ്റുകൾ ഉത്തർപ്രദേശ്, അപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന കാറ്റുകൾ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകുന്നു. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടലിൻ്റെ ഉപശാഖ ബ്രഹ്മപുത്ര സമതലത്തിൽ വൻതോതിൽ മഴ പെയ്യുകയും പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ മറ്റൊരു ഉപശാഖ പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലും മഴ നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ ഉപശാഖയായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ശാഖയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ പടിഞ്ഞാറേക്ക് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ പ്രവേശിച്ച് അവിടെ കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ മഴ എത്തിക്കുകയും ചെയ്യുന്നു. വേറൊന്നുമല്ല, കിഴക്ക് ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ ബ്രഹ്മപുത്ര സമതലത്തിൽ മഴ നൽകുന്നു നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു ഉപശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അറബിക്കടൽ ശാഖ നീങ്ങുന്നുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ആ അറബിക്കടൽ ശാഖ പഞ്ചാബ്, ഹരിയാന സമതലത്തിൻ്റെ ആ ഒരു റീജിയണിൽ വെച്ച് ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും കൂട്ടിമുട്ടിയിട്ട് അവിടെ കൂടിച്ചേരുകയും ആ പറഞ്ഞ സമതല പ്രദേശങ്ങളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടെ മാപ്പിലേക്ക് പോകാം. ബംഗാൾ ഉൾക്കടൽ ശാഖ ഇവിടെ വന്ന് പടിഞ്ഞാറേക്ക് നീങ്ങുകയും, അതായത് ഗംഗാ സമതലത്തിൽ മഴ പെയ്ച്ച് ഇതുവഴി പഞ്ചാബ്, ഹരിയാന സമതലത്തിലെത്തുകയും അതേപോലെ തന്നെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതം, ഇതാണ് നമ്മുടെ ആരവല്ലി പർവ്വതം. ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് വരുന്ന അറബിക്കടൽ ശാഖയും ഈ പറഞ്ഞ പഞ്ചാബ്, ഹരിയാന സമതലത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടൽ ശാഖയുമായിട്ട് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര പ്രദേശങ്ങളിൽ മഴ പെയ്യുകയും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ കിഴക്കോട്ട് പോകുന്ന മറ്റൊരു ഉപശാഖ ബ്രഹ്മപുത്ര സമതലത്തിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞു. പടിഞ്ഞാറേട്ട് പോകുന്ന മറ്റൊരു ബംഗാൾ ഉൾക്കടലിൻ്റെ ഉപശാഖ ഗംഗാ സമതലത്തിൽ മഴ പെയ്യിച്ച് അല്ലെങ്കിൽ പഞ്ചാബ്, ഹരിയാന സമതലത്തിലെത്തി അറബിക്കടൽ ശാഖയുമായിട്ട് കൂട്ടിമുട്ടി പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിലും മറ്റും ആ ഒരു സമതല പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിലും മഴ പെയ്യിപ്പിക്കും എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് കൂടാണ്ട് തന്നെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഉത്തരേന്ത്യൻ മഹാസമതലത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത്. ഇതാണ് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലം എന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഷ്ണകാലം നോക്കി, ശൈത്യകാലം നോക്കി, അതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് ഉത്തര മഹാസമതലത്തെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ ഈ സ്ലൈഡുകളിലായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രഹ്മപുത്ര സമതലമാണ്. അത് കഴിഞ്ഞ് ഉത്തര മഹാസമതലത്തിൻ്റെ വടക്കുന്ന് തെക്കോട്ടേക്കുള്ള പ്രാദേശികമായിട്ടുള്ള വേർതിരിവുകൾ, ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങളെ പറ്റി നമ്മൾ നോക്കി. അത് കൂടാണ്ട് തന്നെ കാലാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ശൈത്യമേഖല, ഉത്തര മഹാസമതലത്തിൻ്റെ ശൈത്യമേഖല, ഉഷ്ണമേഖല, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഇവ എങ്ങനെയാണ് ഉത്തര മഹാസമതലത്തെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ ഉത്തര മഹാസമതല പ്രദേശങ്ങൾ അനുഭവപ്പെടുന്നത് എന്നാണ്, അല്ലെങ്കിൽ അവിടെ വരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നാണ്, ഉപയോഗപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.